അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. അറഫയിലും മറ്റും വരുന്ന ഹാജിമാർക്ക് വെള്ളമെത്തിക്കാൻ ഒരു കനാൽ സംവിധാനിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ സുബൈദ ബീവി, ഹാറൂനുർ റഷീദിൻ്റെ ഭാര്യയായിരുന്ന സുബൈദ ബീവിയാണ് അത്തരത്തിൽ ഒരു കനാൽ സ്ഥാപിച്ചത്. വലിയ സംഖ്യകൾ ചെലവഴിച്ചുകൊണ്ടായിരുന്നു 1000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊരു കനാൽ മഹദി സ്ഥാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം മുഹിബ്ബു ത്വബരി റഹിമഹുല്ല അവിടുത്തെ അത്തശ്വീഖു ഇലൽ ബൈത്തിൽ അതീഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? മഹദി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ മഹദിയെ ഒരാൾ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. എന്നിട്ട് സുബൈദ ബീവിയോട് ചോദിക്കുന്നു, മരണശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് എന്താണ് ചെയ്തത്, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഹദി പറയുകയാണ്, അന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ഹാജിമാർക്ക് വേണ്ടി ഞാൻ ഒരു കനാല് നിർമ്മിക്കുകയുണ്ടായില്ലേ, ആ കനാല് നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് കിടങ്ങ് കീറുന്നതിന് വേണ്ടി ആദ്യ കൊത്തുകൊത്തിയപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ടായിരുന്നു എന്നൊരു സന്തോഷ വാർത്ത മഹദി അറിയിക്കുകയാണ്. അഥവാ വിഷമം അനുഭവിക്കുന്ന, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി വരുന്ന ഹാജിമാർ, അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കനാൽ സംവിധാനിച്ച പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെ ബറക്കത്ത് കൊണ്ട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് സകല ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്നാണ് മഹദിയുടെ ഈ സംഭവത്തിലൂടെ മഹാനായ മുഹിബ്ബു ത്വബരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, വലിയ പുണ്യമുള്ള കാര്യമാണ് ഹാജിമാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഹാജിമാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ധാരാളം മഹാന്മാരുടെ ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ? വലിയ മഹാനാണ്, ഹദീസ് പണ്ഡിതരാണ്, വലിയ സൂഫി വര്യരും യോദ്ധാവും അതുപോലെ തന്നെ വലിയ സമ്പന്നനുമാണ്. അങ്ങനെ എല്ലാ നിലക്കും അറിയപ്പെട്ട മഹാനവറുകൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു ശൈലി സ്വീകരിക്കാറുണ്ട്. അത് മഹാനായ ഇമാം ജൗസി റഹ്മത്തുള്ളാഹിയെ പോലത്തെ, മുഹിബ്ബു ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലത്തെ ഇമാമിങ്ങൾ അവരവരുടെ കിതാബിൽ പറയുന്നത് കാണാം നമുക്ക്. എന്താണത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മഹാനവറുകളുടെ നാട്ടിലുള്ള ആ സമയത്ത് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകളും കൂടി മഹാനവരുടെ സന്നിധിയിൽ ഒത്തുചേരും. എന്നിട്ട് അവരൊക്കെ മഹാനവറുകളോട് പറയും, ഞങ്ങൾക്ക് അങ്ങയോട് കൂടെ ഹജ്ജിന് പോരാൻ താല്പര്യമുണ്ട് എന്ന് പറയും. ഇത് കേൾക്കേണ്ട താമസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അവരോടൊക്കെ പറയും, എന്നാൽ നിങ്ങൾ ഹജ്ജിന് പോകാൻ കരുതി വെച്ചിട്ടുള്ള എല്ലാ സമ്പാദ്യങ്ങളും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം എന്ന് പറയും. അങ്ങനെ അവരൊക്കെ അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് മഹാനവറുകൾ അത് സ്വീകരിക്കുകയും അതെല്ലാം ഒരു പെട്ടിയിലാക്കി പൂട്ടിട്ട് വളരെ ഭദ്രമായി എടുത്തു വെക്കുകയും ചെയ്യും. എന്നിട്ട് മഹാനവറുകൾ ഇവർക്ക് പോകേണ്ട വാഹനമെല്ലാം നല്ല രൂപത്തിൽ സംവിധാനിക്കും. അങ്ങനെ ആദ്യം ഈ ഹാജിമാരുമായിട്ട് നേരെ ബഗ്ദാദിലേക്ക് പുറപ്പെടും. അവിടെ ചെന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കും, നല്ല പാനീയങ്ങളും പലഹാരങ്ങളും കൊടുക്കും. അങ്ങനെ നേരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി മദീനയിലേക്ക് കൊണ്ടുപോകും. നല്ല വസ്ത്രം ധരിച്ച് നല്ല പ്രൗഢമായ രൂപത്തിൽ അവരെ മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് സിയാറത്തിന് വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തതിന് ശേഷം ആ ഹാജിമാരെല്ലാവരെയും മഹാനവറുകളൊന്ന് വിളിച്ചു കൂട്ടും. എന്നിട്ട് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരോടൊക്കെ പറയും, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയണം.
അങ്ങനെ ഓരോരുത്തരും അവരവർ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ഓരോ ആവശ്യങ്ങളും മഹാനവറുകളോട് പറയും. അതൊക്കെ മഹാനവറുകൾ ഇവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവരെല്ലാവരെയും മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുപോകും. മക്കയിലെത്തി ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മഹാനവറുകൾ അവിടുന്നും ഇവരെല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പറയും, മക്കയിലെ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ, നിങ്ങളുടെ കുടുംബത്തിനും ബന്ധുക്കളൊക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആവശ്യപ്പെടും. അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കും. അങ്ങനെ തിരിച്ച് സ്വദേശമായ മറുവയിലേക്ക് എത്തുന്നത് വരെയുള്ള മുഴുവൻ ചെലവുകളും മഹാനവറുകൾ വഹിക്കും. അങ്ങനെ സ്വദേശമായ മറുവയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പുതുവസ്ത്രം കൊടുത്ത് നല്ല ഉടയാടകൾ അണിയിച്ച് പറഞ്ഞയക്കും. ഒരു 3 ദിവസത്തിന് ശേഷം മഹാനവറുകൾ ഒരു വലിയ വിരുന്ന് സദ്യ തൻ്റെ വീട്ടിൽ സജ്ജീകരിക്കും. എന്നിട്ട് അന്ന് ഹജ്ജിന് പോയിരുന്ന എല്ലാ ആളുകളെയും അവിടേക്ക് ക്ഷണിക്കും. എന്നിട്ട് അവർക്കൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കും. ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം മഹാനവറുകൾ എല്ലാവരെയും വിളിച്ചു കൂട്ടും. എന്നിട്ട് അവർ ആദ്യം തന്ന ആ സമ്പത്ത് സൂക്ഷിച്ചു വച്ചിട്ടുള്ള ആ പെട്ടി അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ആ പെട്ടി കൊണ്ടുവന്നതിന് ശേഷം ഓരോ ആളുകളും നൽകിയ സമ്പത്ത് അവർക്ക് തന്നെ ഒരു കുറവും വരുത്താതെ തിരിച്ചു കൊടുക്കും. നോക്കൂ നിങ്ങൾ, എന്ത് സന്തോഷകരമായ സംഭവം. നമ്മുടെ നാടുകളിലൊക്കെയുള്ള അതിസമ്പന്നന്മാരായ മുതലാളിമാർ ഇങ്ങനെയുള്ള ഒരുപാട് സാധുക്കളായ ആളുകളെ ഹജ്ജിനൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ത് റാഹത്തായിരിക്കും, എന്ത് സന്തോഷമുള്ള കാര്യമായിരിക്കും. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമായിരിക്കും അത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നരാണ്, പണ്ഡിതരാണ്, ഔലിയാക്കളിൽ പ്രമുഖരാണ്, വലിയ സൂഫി വര്യരും അതുപോലെ യോദ്ധാവുമാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് മഹാനവറുകളുടെ ശൈലി ഇങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ ഒരു ശൈലി നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതുവഴി മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഈ ലബ്ബൈക്ക് എന്ന ഈ പ്രോഗ്രാം ഇവിടെ വിജയത്തിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ പാത പിന്തുടരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.